നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്, ഒന്ന് നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, 2 പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ്. ഈ 2 ഫോട്ടോഗ്രാഫിലും ഇത്തവണ നെയിം ആൻഡ് ഡേറ്റ് കമ്പൽസറി അല്ല. അതുപോലെ തന്നെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഈ ഫോട്ടോസിന്റെ തന്നെ ഹാർഡ് കോപ്പി കയ്യിൽ കരുതുക. അപ്പോൾ ആ സമയത്ത് വേറെ ഫോട്ടോ കൊണ്ടുപോകുന്ന ആവലാതികളെല്ലാം ഒഴിവാക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നാലാമതായിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ്, 10 ഫിംഗേഴ്സിന്റെയും പ്രിന്റ് ഫോട്ടോ എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യണം. ഫയൽ നെയിമും ഫയൽ സൈസും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ID പ്രൂഫാണ് അടുത്തതായിട്ട് വരുന്നത്. അത് ആധാർ ആണോ നമ്മൾ ID കൊടുക്കുന്നത്, പാസ്പോർട്ട് ആണോ കൊടുക്കുന്നത്, ഏത് ID പ്രൂഫാണോ കൊടുക്കുന്നത് അതിലുള്ള പേര് തന്നെ ആയിരിക്കണം അതേ ടൈപ്പിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. സോ എക്സാമിന് കൊണ്ടുപോകുന്നതിലുള്ള നെയിം തന്നെ ആയിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഓപ്ഷണൽ ആണ്. അതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത് അപ്ലൈ ചെയ്യുക. അതുപോലെ 10th സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. CBSE-കാർക്ക് 2 ടൈപ്പ് ഓഫ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് 2 ഫയൽ നെയിമിൽ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ, സ്റ്റേറ്റുകാർക്ക് സർട്ടിഫിക്കറ്റ് ഒന്ന് തന്നെയേ ഉള്ളൂ, അത് 2 ഫയൽ നെയിമിലായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രം. അതുപോലെ അഡ്രസ് പ്രൂഫ് നമുക്ക് കൊടുക്കേണ്ടതാണ്. ഇനി കുട്ടികളുടെ സംശയം EWS അങ്ങനെയുള്ള കാറ്റഗറിയൊക്കെ ഫില്ല് ചെയ്യുമ്പോഴാണ്. ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ അപ്ലൈഡ് ആണ് എന്ന ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ കാറ്റഗറി കൊടുക്കുക. പിന്നീട് ആ കാറ്റഗറി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ ESI-നെ കുറിച്ച് പല കുട്ടികൾക്ക് സംശയമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ഒന്നും ചെയ്യേണ്ടതില്ല ESI-നെ കുറിച്ച്. അതെല്ലാം എക്സാം കഴിഞ്ഞിട്ടുള്ള തുടർ നടപടികളിലാണ് വരിക. അപ്പോൾ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. എക്സാം എഴുതുമ്പോൾ വളരെ സമാധാനപരമായി എഴുതാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ആ ഫോട്ടോസിന്റെ കാര്യത്തിലും ID പ്രൂഫിന്റെ കാര്യമാണ്. ബാക്കി എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അഡ്മിഷൻ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി തിരുത്തലുകൾ നമുക്ക് March 9 to 11 വരുന്നുണ്ട്.